ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ഒരുപാട് സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. എതിരെ വന്ന വണ്ടികൾക്ക് നേരെ വഴക്ക് പറയുന്നുമുണ്ട്. അതിനുശേഷം നമ്മുടെ അലീന ബാലചന്ദ്രന് ഒരു കപ്പ് ടീയുമായിട്ട് അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ആകെപ്പാട് അലങ്കോലപ്പെട്ടായിരിക്കും ആൽബൊക്കെ വീണെടുക്കുന്നുണ്ടാവേ. അപ്പോൾ അലീന ചെന്ന് നോക്കുന്ന ഒക്കെ ഉണ്ട്. അതിനുശേഷം അതൊക്കെ അടുക്കിപ്പെറുക്കി വെച്ചിട്ട് നേരെ മുത്തശ്ശിയുടെ റൂമിൽ വന്ന് പറയാണ്, മുത്തശ്ശി, ബാലചന്ദ്ര സാർ ഇവിടെ ഇല്ല, പോയോന്ന് ചോദിക്കുമ്പോൾ, അതേ മുത്തശ്ശി, ഞാൻ ചെന്ന് നോക്കുമ്പോഴേ അവിടെ ആൽബൊക്കെ വീണെടുക്കായിരുന്നു, മുറി ആകെ അലങ്കോലപ്പെട്ട് കിടക്കായിരുന്നു, റൂമിന്റെ വാതിൽ വരെ തുറന്നെടുക്കായിരുന്നു, ആകെപ്പാടെ ഒരു വശപേശക്ക് എന്ന് അലീന പറയുമ്പോൾ, ആണോടി പുറത്തുള്ള കാർ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മുത്തശ്ശി, അത് എടുത്തിട്ട് പോയതെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ആകെ ഒരു ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും അവൻ വന്നോളും കുഞ്ഞെ എന്ന് പറഞ്ഞ് അലീനയെ സമാധാനപ്പെടുത്താണ് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ വൈജയന്തി വരുന്നുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഡോറ് തുറന്നു കൊടുക്കുന്നത് നമ്മുടെ ബബിതയായിരിക്കും. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണേ. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീനേച്ചി, അമ്മ വന്നു, ചായ എടുക്ക് എന്ന് പറയുമ്പോഴേക്കും അലീന ചായ എടുത്ത് വരുവേ. അമ്മ എന്താ നേരത്തെ പോന്നേ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ വൈജയന്തി. അമ്മയ്ക്ക് എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ഒന്ന് റിയാക്ട് ചെയ്തൂടെ എന്ന് ചോദിക്കാട്ടോ കൃഷ്ണ. എനിക്ക് മനസ്സില്ല, നീ പോയി കേസ് കൊടുക്കുമെന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണയോടും ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ ട്യൂഷന് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അതിന് മറുപടിയായിട്ട് നമ്മുടെ ബബിതയായിരിക്കും കേട്ടോ പറയുന്നത്, അവൾക്ക് അമ്മയോടൊന്നും മിണ്ടാനില്ല, അമ്മ പോയി കേസ് കൊടുക്ക് എന്ന് പറയുമ്പോഴേക്കും വൈജയന്തിക്കാകെ ചൂടാവാൻ കേട്ടോ. നിങ്ങളെല്ലാം കൂടി എന്നോട് പോരിന് വരികയാണോ ഹോ എന്ന് പറഞ്ഞിട്ട് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുവാണേ. അപ്പോൾ അലീന വന്ന് പറയുന്നുണ്ട് കേട്ടോ, ചായ തണുത്തു പോവും മാഡം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വൈജയന്തി ഒന്നും മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അലീന പറയും, മാഡം വിഷമിക്കണ്ട, ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം, എല്ലാം എൻ്റെ തെറ്റുകൊണ്ട് സംഭവിച്ചാൽ നിങ്ങളാരും വിഷമിപ്പിക്കണം എന്ന് കരുതിയിട്ടില്ല. എനിക്ക് കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് മറ്റന്നാൾ രാവിലെ ഞാൻ ഇവിടുന്ന് പോവും, അതില്ലായിരുന്നെങ്കിൽ നാളെ തന്നെ പോവായിരുന്നു എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണ പറയും, ചേച്ചി ഇതാര് പറഞ്ഞിട്ടാ, എന്തിനു ചേച്ചി ഇവിടുന്ന് പോന്നേ, പോണ മോളെ, ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറയണേ. അതെന്താ ചേച്ചി ശരിയാവാത്തേ, അത് ശരിയാവില്ല മോളെ, എന്നോട് മാഡം പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇവിടെ നിന്ന് തനിയെ പോണെന്ന്, അത് തന്നെ മാഡത്തിന്റെ വലിയൊരു ഗതികേടാന്ന് പറയുമ്പോൾ കൃഷ്ണ അങ്ങനെ വൈജയന്തിയെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ അലീന കിച്ചണിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരികയാണ്. മാഡം, സാർ എനിക്ക് 1,87,000 രൂപ കോമ്പൻസേഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടേ, അതിൻ്റെ പേര് കോമ്പൻസേഷൻ എന്നായിരിക്കില്ല, മറ്റെന്തെങ്കിലും ആയിരിക്കും എന്ന് പറയുമ്പോൾ, മറ്റെന്ത് പേരാ മാഡം അതിന് കരുതിയിരിക്കുന്നേ, പറയണം മാഡം, എന്ത് പേരിട്ടാ അതിനെ വിളിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തി ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. മാഡത്തിന്റെ മകൻ എന്നെ വിളിച്ചു വരുത്തി നാരങ്ങ വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ കെട്ടിയ കത്രിക എടുത്ത് ഞാൻ വയറ്റ് കുത്തിക്കയറ്റി മാരകമായിട്ട് പരിക്കേറ്റ് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സാർ എനിക്ക് നഷ്ടപരിഹാരം തന്ന രൂപയാണത്. പിന്നെ ഞാൻ അതിന് എന്ത് പേരിട്ട് വിളിക്കണം, മേഡം തന്നെ പറ എന്ന് പറയുമ്പോഴേക്കും ബബിതയും കൃഷ്ണയൊക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കാൻ കേട്ടോ. സ്വന്തം ആങ്ങളെ കുറിച്ചാണല്ലോ ഈ പറയുന്നത്. അപ്പോഴാണ് അവരറിയുന്നത് തന്നെ. അതും കൂടെ കേട്ട് കഴിയുമ്പോൾ വൈജയന്തിക്ക് പറയേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടോ. എന്തായാലും ആ പണം എനിക്ക് വേണ്ട, ഞാനിവിടെ നിന്ന് പോകുന്നതിന് മുൻപ് മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ ആ പണം ഇട്ടേക്കാം, അല്ലെങ്കിൽ ഞാനും സാറും തമ്മിൽ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് മാഡത്തിന് തോന്നിയേക്കും എന്ന് പറയുമ്പോൾ വൈജ മൊത്തത്തിലൊന്ന് ഷോക്ക് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ വൈജയന്തി അവിടുന്ന് എണീറ്റ് പോകുന്നുണ്ട്. എന്നിട്ട് ബബിതയോടും കൃഷ്ണയോടും പറയുന്നുണ്ട്, അലീന പറഞ്ഞതൊക്കെ നിങ്ങളും കേട്ടല്ലോ, കേട്ടു, അമ്മയും കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണ. ഇനി ഇതേക്കുറിച്ച് അലീനയോട് ആരും ചോദിക്കാൻ വേണ്ടിയിട്ട് പോകണ്ട, അതെന്താ അമ്മേ, കാര്യമൊക്കെ നടന്നത് തന്നെയല്ലേ എന്ന് ചോദിക്കട്ടെ ബബിത. നിങ്ങൾ എന്തിനാ അവളുടെ മുന്നിൽ കയറി മാനം കെടുന്നേ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ചോദ്യം വേണ്ട ഉത്തരം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൃഷ്ണ ചോദിക്കുന്നുണ്ടേ, എന്നാലും ഭയങ്കരമായിപ്പോയി, നമ്മളൊക്കെ ചേച്ചിയുടെ മുന്നിൽ ചെറുതായി പോയില്ല അമ്മേ, എന്തിനാ അതിന് ചേച്ചിയെ പറഞ്ഞു വിടുന്നത്, അപരാധിക്കല്ലേ ശിക്ഷ കൊടുക്കേണ്ടത്, നിരപരാധിക്കല്ലല്ലോ എന്ന് കൃഷ്ണ പറയുമ്പോൾ, അവന് വേണ്ടതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്, എൻ്റെ അസ്ഥി പൊട്ടിപ്പോകുന്നത് വരെ ഞാൻ രോഹിയെ പിടിച്ച് തല്ലിയിട്ടുണ്ട്, ഹരിക്ക് മനുവും നല്ലതുപോലെ കൊടുത്തിട്ടുണ്ടെന്നാ കേട്ടത് എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അതാണ് ശിക്ഷ, എന്നെ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെയാണോ ശിക്ഷിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ വൈജ ഒന്നും മിണ്ടുന്നില്ലേ. ഇനി ഇതേക്കുറിച്ച് ആരും ഒന്നും മിണ്ടണ്ട, പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കൃഷ്ണയാണെങ്കിൽ അലീനയുടെ അടുത്തേക്ക് പോവാണ്. അലീന കിച്ചണിലെ പണിയായിരിക്കും. അലീനേച്ചി, അപ്പോൾ ഇവിടുന്ന് പോവാണല്ലേ, ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നവും കഴിയുമെന്നല്ലേ നിന്റെ അമ്മ പറഞ്ഞേ, ഒന്നും കഴിയില്ല ചേച്ചി, അമ്മ അവിടെ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറയാണ്. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്, ഞാൻ അമ്മയുടെ കാര്യം വാച്ച് ചെയ്തിട്ടുണ്ട് ചേച്ചി, രാവിലെ എണീക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, വൈകിട്ടാവുമ്പോൾ തിരിച്ചു വരുന്നു, ചായ കുടിക്കുന്നു,
ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഞങ്ങളുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ അമ്മയ്ക്ക് നേരെ ഇല്ല എന്ന് പറയണേ. അങ്ങനെ പറയരുത് മോളെ. അമ്മ ജോലി ചെയ്യുന്നതിന് ക്യാഷ് കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അതുകൊണ്ട് എന്താ കാര്യം? ഞങ്ങൾക്കൊന്നും തരുന്നില്ലല്ലോ. അമ്മ കുറെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടും. ഞങ്ങളുടെ ചെലവൊക്കെ നോക്കുന്നത് അച്ഛനാ. ഗോൾഡും ഫാബ്രിക്സ് ഒക്കെ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നാ മതിയല്ലോ. പിന്നെ ഫീസ് അടയ്ക്കുന്നത് അതും അച്ഛനാ. വല്ല ഹോസ്പിറ്റലും ചെലവ് വന്നാൽ അതും അച്ഛനാ നോക്കുന്നത്. പിന്നെ അതിൽ അമ്മയ്ക്ക് എവിടെയാ റോള് എന്ന് ചോദിക്കണേ. അപ്പൊ നമ്മുടെ അലീന പറയുന്നുണ്ട്, അമ്മ ഇവിടെ ഇല്ലാതിരുന്നാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലേ? അത് ഫീൽ ചെയ്യും. ഒരിക്കലേ അമ്മ കൊല്ലപ്പള്ളിയിൽ ചെന്ന് നിന്നപ്പോ ശരിക്കും ഞങ്ങൾക്കത് ഫീൽ ചെയ്തു ചേച്ചി. ഈ വീടിന് നല്ല സമാധാനം കിട്ടി എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, പോടി അവിടുന്ന്. തന്നെ ചേച്ചി, സത്യമായിട്ടും ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചേക്കും അമ്മ എന്ന് പറയുമ്പോൾ, ഇല്ല ചേച്ചി, അതൊന്നും ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. ചേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അമ്മ വേറൊരു വേലക്കാരിയെ വെക്കും. കുറെ ഇവിടുന്ന് കട്ടും മോഷ്ടിച്ചും കൊണ്ടുപോകുന്ന വേലക്കാരിയെ. പിന്നെ ഒരു ഗുണമുള്ളത് എന്താന്ന് വെച്ചാൽ നാട്ടുകാരുടെ പരദൂഷണം മൊത്തം കേട്ടിരിക്കും. അമ്മ അങ്ങനെയൊക്കെ കേൾക്കുമെന്ന് ചോദിക്കാൻ അലീന. പിന്നെ അതാ ചേച്ചിയുടെ ഡിസ്ക്വാളിഫിക്കേഷൻ. ചേച്ചിക്ക് ആരുടെയും പരദൂഷണം കേൾക്കും വേണ്ട, പറയും വേണ്ട. എന്താ മോളെ ഇതെന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി ഇവിടുന്ന് പോകുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഏതാ ചേച്ചി എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടേ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ചതല്ല മോളെ. ഇവിടെ ഇത്രയും കാലം ഒരു വേലക്കാരിയെ പോലെ ജോലി ചെയ്തത് തന്നെ മറ്റൊരു കാരണത്താല. ഇനിയിപ്പോ പോയേ പറ്റുള്ളൂ എന്ന് പറയണേ. അപ്പൊ നമ്മുടെ കൃഷ്ണയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അതേസമയം നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ച് കൊല്ലപ്പള്ളിയിൽ നടന്ന ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മനു വന്നിട്ട് ബ്രിജിത്താമ്മ ഇങ്ങനെ ഒരു കുട്ടിയെ കുറിച്ച് പറഞ്ഞതും മുത്തശ്ശൻ ആ കുട്ടിയെ തന്നെ ഒരു ജോലിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞതും അതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ തന്നെ പറയുന്നുണ്ടേ, അച്ഛനെ ഏർപ്പാടാക്കിയതല്ലേ, ഇവിടെ നിൽക്കട്ടെ, പറ്റില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു വിടാന്നൊക്കെ ഉള്ള കാര്യം ഇങ്ങനെ ആലോചിച്ച് പോകുന്നുണ്ട്. ആ പോക്ക് പോകുന്നത് നമ്മുടെ വൈജയന്തി മേഡത്തിന്റെ പൂർവ്വകാലം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ എത്താണ്. വീട്ടിലെത്തുന്ന ബാലചന്ദ്രൻ ആകെപ്പാടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അലീന മനുവിനെ വിളിക്കുക, മനുവേട്ടാ, ബാലചന്ദ്രൻ സാർ ഇന്നലെ പോയതാ, ഇപ്പൊ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്, സാറിന് ആകെ കൂടി ഒരു പന്തികേടുണ്ട് എന്നങ്ങ് പറയുമ്പോ നമ്മുടെ മനു ചോദിക്കുന്നുണ്ട്, അലീന എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേക്ക് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വൈജയന്തിക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുവാണ്. അപ്പോഴേക്കും മനുവിന്റെ ഫോണൊക്കെ കട്ട് ചെയ്ത് അലീന അങ്ങ് ഓടിപ്പോവാണ്. അലീനയെ കണ്ടതും അലീനയുടെ നേരെ തോക്ക് ചൂണ്ടാണ് കേട്ടോ. എന്നിട്ട് പറയും, നിങ്ങളൊക്കെ അറിയാതെ പോയി, ഞാൻ മരിക്കുന്നതിന് മുൻപെങ്കിലും നിങ്ങൾ അറിയണ്ടേ,